മെട്രോമാൻ ഇ ശ്രീധരൻ സമർപ്പിച്ച അതിവേഗ റെയിൽപാത നിർദ്ദേശത്തിൽ തുടർ ചർച്ചകൾക്ക് സർക്കാർ ഒരുങ്ങുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കാനാണ് നീക്കം. കേന്ദ്രത്തിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിക്കാനായി വേഗത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് സൂചന. അൻഫ്രിഡ് ഡിസൂസായി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അൻഫ്രിഡ്, കഴിഞ്ഞ ദിവസമാണ് മെട്രോമാൻ ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദർശിച്ച് ഈ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് നേരത്തെ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് മഞ്ഞക്കുറ്റിയൊക്കെ നീക്കി ഉത്തരവ് തന്നെ റദ്ദാക്കിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ അതിവേഗ റെയിൽ വേഗത്തിലാക്കുക എന്നുള്ളത് സർക്കാരിന് മുന്നിൽ തീർച്ചയായും നേരത്തെ സിൽവർ ലൈനിലൊക്കെ വെല്ലുവിളി ഉണ്ടായതുപോലെ ഉണ്ടാകും. എങ്ങനെയായിരിക്കും അതിനെ അതിജീവിക്കാൻ സർക്കാർ ശ്രമിക്കുക? അതായത് അഖില, ഈ അതിവേഗ റെയിൽപാത ഇ ശ്രീധരൻ സമർപ്പിച്ച അതിവേഗ റെയിൽപാത സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് UDF സർക്കാരിന് ഇതിനോട് താല്പര്യം ഉണ്ടാകുന്നത്. സിൽവർ ലൈൻ പദ്ധതിയുമായി പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോയപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷം പാരിസ്ഥിതികവും സാമ്പത്തികവുമായ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്, പ്രതികൂലമായ നിരവധി ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് നഖശിഖാന്തം പ്രതിപക്ഷമായിരുന്നു UDF എതിർത്തത്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും അവർ അധികാരത്തിൽ വന്ന ആ നിമിഷം തന്നെയും ആ രേഖ, അതായത് ആ ഉത്തരവ് തന്നെ റദ്ദാക്കുകയും ഒക്കെ ചെയ്യുകയും സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ആ പ്രോജക്റ്റും പദ്ധതികളും ആ ഉത്തരവ് മുഴുവനും പൂർണ്ണമായി റദ്ദാക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ പക്ഷെ പകരം ഒരു ബദൽ മാർഗം, കാരണം സിൽവർ ലൈൻ ആയാലും അതിവേഗത്തിൽ ഒരു റെയിൽപാത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെ അതൊരു അടിയന്തരമായി കേരളത്തിൽ പോലൊരു സംസ്ഥാനത്തിന് വേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കുമ്പോഴും ഈ വി ഡി സതീശൻ സർക്കാരിന് മുന്നിൽ ഒരു ബദൽ റെയിൽ മാർഗം എന്നത് പദ്ധതിയെക്കുറിച്ചുള്ള ആലോചനയുണ്ടായിരുന്നു. സ്വാഭാവികമായും മെട്രോമാൻ ഇ ശ്രീധരൻ, അത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പോലും സിൽവർ ലൈനെ എതിർത്തിരുന്ന സമയത്തും ഇ ശ്രീധരൻ ഒരു ബദൽ റെയിൽ മാർഗം അവസാന സമയത്ത് പിണറായി സർക്കാരിനെ സമർപ്പിച്ചതാണ്. പക്ഷെ അപ്പോഴും ഈ കേരളയിലും സിൽവർ ലൈനും ഒക്കെ സർക്കാരിന്റെ സ്വപ്ന പദ്ധതി ആയതുകൊണ്ട്, അഭിമാന പദ്ധതി ആയതുകൊണ്ടും ഈ ശ്രീധരൻ കൊണ്ടുവന്ന റിപ്പോർട്ടോ അല്ലെങ്കിൽ ഈ ബദൽ മാർഗത്തോടുകൂടൊന്നും മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു പിണറായി സർക്കാർ ചെയ്തത്. അതേ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ശ്രീധരൻ വി ഡി സതീശൻ സർക്കാർ മുന്നിൽ അവതരിപ്പിച്ചിരുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയെ കാണാനായി വൈകിട്ട് വരുന്നു. അദ്ദേഹത്തിന് ഏറെക്കുറെ 15 മിനിറ്റോളം മുഖ്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ആ റിപ്പോർട്ടിന്റെ ഇടക്കാല റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഇടക്കാല റിപ്പോർട്ട് പൂർണ്ണമായും ആ ഒരു 15 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാനായി ഈ ശ്രീധരന് കഴിഞ്ഞു. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി അതിൽ മുഖ്യമന്ത്രി ആകൃഷ്ടനായിട്ടുണ്ട്. കാരണം അതിന് നിരവധി അനുകൂലമായ ഒത്തിരി ഘടകങ്ങളുണ്ട്. ഈ സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് അധികമൊന്നും തന്നെ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്നില്ല ഈ ശ്രീധരൻ നൽകിയ പദ്ധതിയിൽ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അതുകൊണ്ട് തന്നെ സർക്കാരിന് കൂടുതൽ തലവേദനകളിലേക്ക് പോകേണ്ടതില്ല. ഈ പദ്ധതിയുടെ ഒരു 70% തൂണുകളിലൂടെയുള്ള എലിവേറ്റഡ് പാതയും ബാക്കി 20% ഭൂഗർഭ പാത, അങ്ങനെയാണ് ഈ ശ്രീധരൻ്റെ ഈ പദ്ധതിയുടെ ഒരു കോൺസെപ്റ്റ്. അതുകൊണ്ട് സ്ഥലം ഏറ്റെടുപ്പ് അധികം വരുന്നില്ല, ചിലവും വളരെ കുറവാണ്. അതിവേഗത്തിൽ മണിക്കൂറിൽ 200 കിലോമീറ്ററാണ്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് 3.25 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുമെന്നതാണ് ഈ ശ്രീധരൻ സർക്കാരിന് മുന്നിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ബദൽ അതിവേഗ റെയിൽപാത. അങ്ങനെ നിരവധി ഗുണങ്ങൾ അതിനകത്തുള്ളത് കൊണ്ടും സിൽവർ ലൈനുമായി വ്യത്യസ്തമായ ഒരുപാട് അനുകൂല ഘടകങ്ങളുള്ളത് കൊണ്ടും ഈ വി ഡി സതീശൻ സർക്കാർ ഇതിൽ ആകൃഷ്ടനാണ്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഇതുമായി മുന്നോട്ട് പോകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ മന്ത്രിസഭാ യോഗത്തിൽ ഇതിന് പച്ചക്കൊടി കാണിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടാകും. അതിനുശേഷം കേന്ദ്രമന്ത്രി, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു അനുകൂലമായ തീരുമാനം, കേന്ദ്രത്തിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇതിന്റെ DPRന്റെ ഏറെക്കുറെ ഒരു 70% പൂർത്തിയായിട്ടുണ്ട്. ഇതിനോടകം തന്നെ കഴിഞ്ഞ സർക്കാർ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വതി വൈഷ്ണവുമായി ഈ മെട്രോമാൻ തന്നെ ഈ കൂടിക്കാഴ്ച നടത്തുകയും പ്രാഥമിക ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും ഇക്കാര്യത്തെക്കുറിച്ചൊരു ധാരണയുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പദ്ധതിയുടെ രൂപരേഖ വെച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു അനുകൂല ഉത്തരവ് ലഭിക്കുകയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള നീക്കം വളരെ വേഗത്തിൽ നടത്താനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് അനുമതി ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായും അതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്, വേഗത്തിൽ അതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ശരി, കേന്ദ്രത്തിന്റെ അനുകൂല ഉത്തരവിനായുള്ള ഒരു കാത്തിരിപ്പായിരിക്കും ഇനി. അത് കഴിഞ്ഞ് അതിവേഗ റെയിൽ മുന്നോട്ട് തന്നെ നീങ്ങും.